എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കെ എസ്. SSLC പരീക്ഷ ഇങ്ങ് അടുത്തു കഴിഞ്ഞു അല്ലേ? നമുക്ക് കുറച്ച് റിവിഷൻ പാക്കേജ് ചെയ്താലോ? കഴിഞ്ഞ വർഷങ്ങളിൽ SSLC പരീക്ഷയ്ക്കും മോഡൽ പരീക്ഷയ്ക്കുമായി വന്ന ചോദ്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സമാന്തര ശ്രേണി എന്ന അധ്യായത്തിലെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിരുന്ന ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 8ഉം പൊതുവ്യത്യാസം 3ഉമാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ശ്രേണി എഴുതുക. ശ്രേണിയുടെ 12ാം പദം എത്രയാണ്? The second term of an arithmetic sequence is 8 and its common difference is 3. Write the sequence. What is the 12th term of the sequence? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യ പദം എന്ന് പറയുന്നത് രണ്ടാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചാൽ മതി അല്ലേ? സെക്കൻഡ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 8 - 3 = 5 എന്ന് നമുക്ക് ആദ്യ പദം കിട്ടുന്നു. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ആ ശ്രേണി ഒന്ന് എഴുതാം. ശ്രേണി 5, 8, 11 ഇതാണ് ശ്രേണി അല്ലേ? 12ാം പദം കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യ പദത്തിൻ്റെ കൂടെ 11 പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടി? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് 11 × 3. 11 × 3 ആണ് നമ്മൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത്. 33 എന്ന് കിട്ടി. 33 + 5 38 ആണ് ഇതിൻ്റെ 12ാം പദം. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 1, 25, 49, 73, 97 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 6ാം പദം എഴുതുക. എൻ്റെ സെക്കൻഡ് പാർട്ട് 97, 73, 49 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണവർഗ്ഗങ്ങൾ ഉണ്ടാകും? റൈറ്റ് ദ 6th term of the arithmetic sequence 1, 25, 49, 73, 97 etc. How many perfect squares are there in the arithmetic sequence 97, 73, 49 etc. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. പൊതുവ്യത്യാസം നമുക്ക് കാണാമല്ലോ. ഫസ്റ്റ് ടൈമും അറിയാം, സെക്കൻഡ് ടൈമും അറിയാം. അപ്പോൾ പൊതുവ്യത്യാസം കാണുന്ന 25-ൽ നിന്ന് 1 കുറയ്ക്കുക, 24 എന്ന് കിട്ടുന്നു. 6ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6ാം പദം കാണണമെങ്കിൽ എന്താണ്? 97ൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 5 പദങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. 6ാം പദം കാണണമെങ്കിൽ 97ൻ്റെ കൂടെ 24 കൂട്ടി 121 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് 97, 73, 49 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണസംഖ്യ പദങ്ങൾ ഉണ്ടാകും? നമ്മൾ ആദ്യം എഴുതിയ ശ്രേണി തിരിച്ചിട്ടേക്കുന്നതല്ലേ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ശ്രേണി ഒന്ന് പൂർത്തിയായി കുറച്ചുകൂടി ഒന്ന് എഴുതി നോക്കിയാലോ? 97, 73, 49, 25, 1. അപ്പോൾ ഇവിടെ എത്ര പൂർണ്ണസംഖ്യകളുണ്ട്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. 49ഉം 25ഉം 1ഉം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? എണ്ണം 3 എന്ന് നമുക്ക് കിട്ടുന്നു. മനസ്സിലായല്ലോ അല്ലേ? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: 1/7, 2/7, 3/7 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യ പൂർണ്ണസംഖ്യാ പദം ഏത്? ഈ ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ത്? ഫൈൻഡ് ദ ഫസ്റ്റ് ഇൻറ്റിജർ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1/7, 2/7, 3/7 എക്സെട്ര. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്? ഇപ്പം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ പൂർണ്ണസംഖ്യാപദം അല്ലേ? ഇൻറ്റിജർ ടേം എന്ന് പറയുന്നത് 7/7 എത്രയാണ്? 1 ആണ് അല്ലേ? ഓക്കെ. ഇപ്പോൾ തുക കാണണം നമുക്ക്. 1/7 + 2/7 + 3/7 + എക്സെട്ര 7/7 7/7 ഇത്രയും എണ്ണത്തിൻ്റെ തുക കാണണം. അപ്പോൾ നമുക്ക് എന്താ, ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? 1/7 അല്ലേ? 7 ഡിനോമിനേറ്ററായി. ബാക്കി മുകളിലുള്ളത് എന്താണ്? 1 + 2 + 3 + എക്സെട്ര +7 1 മുതൽ 7 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണത്. അത് 28 എന്ന് കിട്ടും നമുക്ക്. അതെങ്ങനെയാണ് കിട്ടണം? 28 1 മുതൽ 7 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണണം എങ്ങനെയാണ്?
7 × 8/2. അപ്പോൾ 56/2 28 എന്ന് നമുക്ക് കിട്ടുന്നു. 28/7 എന്ന് പറയുന്നത് എത്രയാണ്? 4 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തുക എന്ന് പറയുന്നത് 4 കിട്ടി. സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n+5. ശ്രേണിയുടെ ആദ്യപദം, പൊതുവ്യത്യാസം ഇവ കാണുക. ആദ്യപദം 8ഉം പൊതുവ്യത്യാസം 5ഉമായ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. റൈറ്റ് ദ ഫസ്റ്റ് ടൈം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് whose algebraic expression is 3n+5. If the first term of an arithmetic sequence is 8 and common difference is 5, find its algebraic form. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് കടന്നാലോ. xn എന്ന് പറയുന്ന എന്നാം പദം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം ബീജഗണിത രൂപം എന്ന് പറയുന്നത് 3n+5 അല്ലേ? അപ്പോൾ എന്നാം പദമാണ് ആ കിടക്കുന്നത്. അപ്പോൾ ഒന്നാം പദം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ 3 × 1 + 5. അപ്പോൾ 3 × 1 3 3 5 8 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് പറയുന്നത്? എത്രയാണ്? എന്നിൻ്റെ കൂടെ വരുന്ന സംഖ്യ, എന്നിൻ്റെ ഗുണകം, എന്നിൻ്റെ കോഎഫിഷ്യൻ്റാണ് ഇതിൻ്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്നാം പദം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്നാം പദത്തിൻ്റെ ഫോം എങ്ങനെയാണെന്നറിയാം. an+b ആണ് xn എന്ന് നമുക്കറിയാം. അപ്പോൾ a എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. അപ്പോൾ 5n+b, b എന്ന് പറയുന്നത് f-d ആണ്. അതായത് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുന്നതാണ് b. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 5n+3 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് വന്നിരുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. x-1, x+1 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? x-1 ഒരു ഇരട്ടസംഖ്യയായാൽ അടുത്ത ഇരട്ടസംഖ്യ ഏത്? അടുത്തടുത്ത 2 ഇരട്ടസംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ പൂർണ്ണവർഗം കിട്ടും എന്ന് തെളിയിക്കുക. What is the common difference of the sequence x-1, x, x+1, etc.? If x-1 is an even number, what is the next even number? Prove that the product of the two consecutive even numbers added to 1 gives a perfect square. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു ചോദ്യമായിട്ട് തോന്നും, പക്ഷെ വളരെ ഈസിയാണ് അല്ലേ? ഇപ്പം ഇതിൻ്റെ പൊതുവ്യത്യാസം കാണണമെങ്കിൽ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക, അല്ലെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുക, അങ്ങനെ കാണാം അല്ലേ? അപ്പോൾ രണ്ടാം പദം x ആണ്. എക്സിൽ നിന്ന് ആദ്യ പദമായ x-1 കുറച്ചു, അല്ലെങ്കിൽ x+1 നിന്ന് x കുറച്ചാലും മതി. അപ്പോൾ ഇത് x-x+1 എന്ന് നമുക്ക് കിട്ടുന്നു അല്ലേ? x-x+1, എക്സും എക്സും ക്യാൻസലായി നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഇരട്ടസംഖ്യ x-1 ആണ്. അപ്പോൾ അടുത്ത ഇരട്ടസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x-1ൻ്റെ കൂടെ 2 കൂട്ടിയാൽ മതി. ഇരട്ടസംഖ്യ ഈവൻ നമ്പർ കാണണമെങ്കിൽ 2 കൂട്ടിയാൽ പോരെ? ഒരെണ്ണം അറിയെങ്കിൽ അടുത്ത 2 കൂട്ടുക. അപ്പോൾ x-1 + 2 x+1 എന്ന് നമുക്ക് അടുത്ത ഇരട്ടസംഖ്യ കിട്ടി. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇരട്ടസംഖ്യകൾ x-1ഉം x+1ഉം ആയി. അപ്പോൾ നമുക്കറിയാം x-1ഉം x+1ഉം കൂടെ ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. x-1 × x+1 എന്ന് പറയുന്നത് x² - 1 ആണ്. x² - 1 ആണ്. അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടും? x² എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എന്തായി? പൂർണ്ണവർഗം ആയി.
അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 4 പദങ്ങളുടെ തുകയും ആദ്യത്തെ 9 പദങ്ങളുടെ തുകയും 72 ശ്രേണിയുടെ 5-ാം പദം എത്രയാണ്? ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്താണ്? ശ്രേണി എഴുതുക. Sum of the first 4 times of an arithmetic sequence is 72. Sum of the first 9 times is also 72. What is the 5th term of the sequence? Find the sum of the first 5 times. Write the sequence. 9 പദങ്ങളുടെ തുക അല്ലേ? നമുക്കറിയാം പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയായാൽ തുക സമം മധ്യപദം ഇൻറ്റു എണ്ണം. സം ഈസ് ഈക്വൽ ടു മിഡിൽ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ്, അല്ലെങ്കിൽ മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ ഇവിടെ 9 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് 72. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 4 പദങ്ങളുടെ തുക S4 എന്ന് പറയുന്നത് 72 ആണ്. അതുപോലെ തന്നെ S9 എന്ന് പറയുന്ന 9 പദങ്ങളുടെ തുകയും 72 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. S9 9 പദങ്ങളുടെ തുക 72 ആണ്. അപ്പോൾ ഇതിൻ്റെ 5-ാം പദം എന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 5-ാം പദം എന്ന് പറയുന്നത് ഈ 9 പദങ്ങളുടെ മധ്യപദമാണ് അല്ലേ? മിഡിൽ ടേം ആണ്. അപ്പോൾ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ? 72നെ എണ്ണമായ 9 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 5-ാം പദം എന്ന് പറയുന്നത് 8 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അതിന് കിട്ടാനുള്ള കാരണം നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, മധ്യപദം എന്ന് പറയുന്നത് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ്. ഇനി 5 പദങ്ങളുടെ തുക കാണണം. നമുക്ക് 5-ാമത്തെ പദം കിട്ടിയിട്ടുണ്ട്. 4 പദങ്ങളുടെ തുക 72 എന്ന് നമുക്കറിയാം. അപ്പം 4 പദങ്ങളുടെ തുകയുടെ കൂടെ 5-ാമത്തെ പദവും കൂടെ കൂട്ടിയാൽ നമുക്ക് 5 പദങ്ങളുടെ തുക കിട്ടില്ലേ? 72 8 80 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി 3-ാം പദം കാണണം. 3-ാം പദം എങ്ങനെയാണ് കാണണേ? 5 പദങ്ങളുടെ തുക അറിയാമെങ്കിൽ 3-ാം പദം അതിൻ്റെ മധ്യപദമാണ് അല്ലേ? അപ്പോൾ തുക ബൈ എണ്ണം. 5 പദങ്ങളുടെ തുക 80, എണ്ണം 5. അപ്പോൾ x3 എന്ന് പറയുന്നത് 16 എന്ന് കിട്ടിക്കഴിഞ്ഞു. x5 എന്ന് പറയുന്നത് 8, x3 എന്ന് പറയുന്നത് 16. ഇത് തമ്മിലുള്ള വ്യത്യാസം 2D എന്ന് പറയുന്നത് അല്ലേ? x3 അറിയാം, x5 അറിയാം. 2D എന്ന് പറയുന്നത് x5 മൈനസ് x3 അല്ലേ? 5-ാം പദത്തിൽ നിന്ന് 3-ാം പദം കുറച്ച് കഴിഞ്ഞാൽ 2D അല്ലേ കിട്ടുന്നത്? അതെത്രയാണ്? -8 എന്ന് കിട്ടും. 8-ൽ നിന്ന് 16 കുറയ്ക്കുന്ന -8 എന്ന് കിട്ടും. അപ്പോൾ D എന്ന് പറയുന്നത് -8ൻ്റെ പകുതിയാണ്. 2D -8 അപ്പോൾ D എന്ന് പറയുന്നത് -8/2 -4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ x1 കാണാമല്ലോ, ആദ്യ പദം നമുക്ക് കാണാം. 3-ാം പദത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 2D പിന്നെയും കുറച്ചാൽ മതി. അപ്പോൾ 16 മൈനസ് 2 ഇൻറ്റു -4. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി. 16 + 8 എന്ന് പറയുന്നത് 24 എന്ന് കിട്ടി. അപ്പോൾ ശ്രേണി എന്തായിരിക്കും? ആദ്യ പദം 24 കിട്ടി, പൊതുവ്യത്യാസം -4. അപ്പോൾ ശ്രേണി എന്ന് പറയുന്നത് 24, 20, 16 എക്സെട്ര എന്ന് കിട്ടുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം: ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 38ഉം 8-ാം പദം 62ഉമാണ്. ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ? എന്തുകൊണ്ട്? The 5th term of an arithmetic sequence is 38 and 8th term is 62. What is the common difference of the sequence? Will the difference between any 2 terms be 100? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. 5-ാം പദം 38, 8-ാം പദം 62. x5 എന്ന് പറയുന്നത് 38, x8 എന്ന് പറയുന്നത് 62 അല്ലേ? അപ്പോൾ
ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? എട്ടാം പദവും അഞ്ചാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 62-ൽ നിന്ന് 38 കുറയ്ക്കുന്നതാണ്. ശരിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? x8 മൈനസ് x5 എന്ന് പറയുന്നത് 3D ആണ് അല്ലേ? അഞ്ചാം പദത്തിൽ നിന്ന് എട്ടാം പദത്തിലേക്ക് എത്താൻ വേണ്ടി 3D ആണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ x8 മൈനസ് x5 എന്ന് പറയുന്നത് 3D ആണ്. ആ 3D എന്ന് പറയുന്നത് 62-ൽ നിന്ന് 38 കുറയ്ക്കുന്നതാണ് അല്ലേ? 24 എന്ന് കിട്ടുന്നു. അപ്പോൾ ഒരു ഡി എന്ന് പറഞ്ഞാൽ 24-നെ 3 കൊണ്ട് ഹരിക്കുക, 8 എന്ന് കിട്ടി. അപ്പോൾ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം 8 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താകുമോ എന്ന്? 100 ആകുമോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ 3D എന്ന് പറയുന്നത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. x8ഉം x5ഉം തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ? അപ്പോൾ ഈ 24 എന്ന് പറയുന്നത് 8ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 100 എന്ന് പറയുന്നത് ഒരിക്കലും 8ൻ്റെ ഗുണിതമല്ല അല്ലേ? പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസും അല്ലേ? ദ ഡിഫറൻസ് ഓഫ് എനി ടേംസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ കോമൺ ഡിഫറൻസ് അല്ലേ? അതൊക്കെ നമ്മൾ വളരെ വിശദമായി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, 100, 107, 114 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്ത്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണിയിലെ അവസാന പദം എന്താണ്? അപ്പോൾ നമ്മൾ 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണെന്ന് നോക്കിയാൽ മതി. ശിഷ്ടം 2 ആണ്. അപ്പോൾ 107നെ ഹരിക്കുമ്പോഴും ശിഷ്ടം 2 ആയിരിക്കും. കാരണം എന്താ? ഇവിടെ 7 കൂടിയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ പദങ്ങളെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ശിഷ്ടം 2 കിട്ടുന്ന ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 100 കിട്ടി. അപ്പോൾ ആദ്യത്തെ മൂന്നക്ക സംഖ്യ എത്രയായിരിക്കും? 101 ആയിരിക്കും. ശിഷ്ടം 2 ആണ് ഇവിടെ. ശിഷ്ടം 3 കിട്ടണമെങ്കിലോ ഒരു 1 കൂട്ടുക, 101. അപ്പോൾ അവസാന സംഖ്യ ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്രയാണ് കിട്ടുന്നത്? 997 എന്ന് കിട്ടും. അപ്പോൾ ശ്രേണി എഴുതാനും കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 101, 108, 115 ഇങ്ങനെ പോകുന്ന ശ്രേണി നമുക്ക് എഴുതാം അല്ലേ? 9ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n+4 ആണ്. ഇതിൻ്റെ ആദ്യ പദം എന്താണ്? ഈ ശ്രേണിയുടെ 10ാമത്തെയും 20ാമത്തെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 368 ആകുമോ? എന്തുകൊണ്ട്? The algebraic form of an arithmetic sequence is 5n+4. What is its first term? What is the difference of its 10th and 20th terms? Can the difference of any two terms of this sequence be 368? Justify. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. ഇതുപോലെ ഒരു ചോദ്യം നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇപ്പം ഇതിൻ്റെ ആദ്യപദം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് n-ാം പദമാണ് അല്ലേ? nth ടേം ആണ്. അപ്പോൾ ആദ്യപദം കാണണമെങ്കിൽ n-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? xn എന്ന് പറയുന്നത് 5n+4 ആണ്. അപ്പോൾ x1 കാണണമെങ്കിൽ 5 × 1 + 4, ഉത്തരം 9 എന്ന് കിട്ടുന്നു. ഇപ്പം ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? 5 ആണ് അല്ലേ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, ഗുണകം എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസമായിരിക്കും. 10ാം പദവും 20ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? എത്രയാണ്? 10D ആണ്. 10ാം പദവും 20ാം പദവും, അല്ലെങ്കിൽ 20ാം പദത്തിൽ നിന്ന് 10ാം പദം കുറച്ചാൽ 10D ആണ് കിട്ടുന്നത്. അതായത് 10ാം പദത്തിൽ നിന്ന് 20ാം പദത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 10D കൂട്ടണം. 10D കൂട്ടണം. അപ്പോൾ ടേം ഡിഫറൻസും ടേം പൊസിഷൻ്റെ ഡിഫറൻസും തമ്മിലുള്ള ഈ ബന്ധം നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അപ്പോൾ ഇത് 10D ആണ്. അപ്പോൾ 10 × 5 50 എന്ന് കിട്ടി. അപ്പോൾ 10ാം പദവും 20ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 50 ആണ്. ഇനി 368 ആകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നമ്മൾ ആ 100ൻ്റെ കണക്ക് ചെയ്ത പോലെ തന്നെ
5ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. അല്ല, അല്ലേ? 5ൻ്റെ ഗുണിതമല്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഒരിക്കലും ഇതിലെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 368 ആകില്ല. അടുത്ത ചോദ്യം, ഒന്നിനേക്കാൾ വലിയ ഒറ്റസംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. 3/6, 5/6, 7/6 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത്? ഇപ്പോൾ 3/6, 5/6, 7/6 എന്ന സമാന്തര ശ്രേണിയിൽ എണ്ണൽ സംഖ്യകളൊന്നും പദങ്ങളായി വരില്ല എന്ന് സമർത്ഥിക്കുക. Write the sequence of odd numbers greater than 1. What is the algebraic form of this sequence? What is the algebraic form of this arithmetic sequence? 3/6, 5/6, 7/6, etc. Prove that this sequence does not contain any natural number. അപ്പോൾ ഒന്നിനേക്കാൾ വലിയ ഒറ്റസംഖ്യകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്ക് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം, അല്ലേ? എത്രയാണ്? 3, 5, 7 എക്സെട്ര എന്ന് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് xn = an+b ആണ്. അതിൽ a എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ്. b എന്ന് പറയുന്നത് f - d ആണ്. f ഫസ്റ്റ് ടേം മൈനസ് d ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പൊതുവ്യത്യാസം 2 ആണ്. 2n + 1, 3 - 2, 1, f - d, 3 - 2, 1 എന്ന് കിട്ടി. ഇനി ഇതൊരു സമാന്തര ശ്രേണിയാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ xn = 1/6 അവിടെ കോമൺ ആയിട്ടുണ്ട്, അല്ലേ? ഇതിൻ്റെ ഡിനോമിനേറ്റർ 6 ആണ്. ഇൻറ്റു ബാക്കി മുകളിലുള്ളതിൻ്റെ എന്താണ്? 2n + 1 ആണ്. അപ്പോൾ 1/6 × 2n + 1. അപ്പോൾ ഇതിൽ ഒരു എണ്ണൽ സംഖ്യകളും വരില്ല എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. വരുമോ? ഇല്ല. കാരണം എന്താ? ഈ ഭാഗം ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്ന 2n + 1 എപ്പോഴും ഒരു ഒറ്റസംഖ്യയാണ്, അല്ലേ? ഒന്നിൽ കൂടിയ ഒറ്റസംഖ്യകളാണ് ഈ 2n + 1. അപ്പോൾ ഒറ്റസംഖ്യകളെ ഒരിക്കലും നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമല്ലേ നമുക്ക് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് കോഎഫിഷ്യൻ്റായിട്ട് കിട്ടുകയുള്ളൂ, ഹരണഫലമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൽ ഒറ്റ എണ്ണൽ സംഖ്യകളും ഇതിൽ പദങ്ങളാവില്ല. ഓക്കെ, ഇത് മനസ്സിലായല്ലോ, അല്ലേ? വളരെ നിസ്സാരമായ വളരെ ഈസി ആയിട്ടുള്ള കണക്കുകളാണിത്. കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വിഷമമായിട്ട് തോന്നും, പക്ഷെ ചെയ്തു നോക്കി കഴിയുമ്പോൾ വളരെ ഈസിയാണ്. 11ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 45ഉം ആദ്യത്തെ 18 പദങ്ങളുടെ തുക 171മാണ്. ഇതുപോലൊരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ? നോക്കാം. ഈ ശ്രേണിയിലെ 10 മുതൽ 18 വരെയുള്ള പദങ്ങളുടെ തുക എന്ത്? 5ാം പദം എന്താണ്? 14ാം പദം കാണുക. 5 മുതൽ 14 വരെയുള്ള പദങ്ങളുടെ തുക കാണുക. The sum of the first 9 terms of an arithmetic sequence is 45 and the sum of first 18 terms is 171. What is the sum of its 10th to 18th terms? What is the 5th term? Find its 14th term. Find the sum of 5th to 14th terms. Answer ഒന്ന് നോക്കിയാലോ. അപ്പോൾ 9 പദങ്ങളുടെ തുക അറിയാം, 18 പദങ്ങളുടെ തുക അറിയാം. 9 പദങ്ങളുടെ തുക 45ഉം 18 പദങ്ങളുടെ തുക 171മാണ്. 9 കഴിഞ്ഞാൽ 10 മുതൽ 18 വരെയുള്ള പദങ്ങളുടെ തുക ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ആകെ തുകയിൽ നിന്ന് 9 പദങ്ങളുടെ തുക കുറച്ചാൽ പോരെ? അപ്പോൾ 10 മുതൽ 18 വരെയുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് S18 - S9 എന്ന് കിട്ടും. 171 - 45 = 126 എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ,
ഇനി അഞ്ചാം പദം, 9 പദങ്ങളുടെ തുക അറിയാം, 45. അപ്പോൾ ഈ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ മധ്യപദം ആയിട്ടുള്ള അഞ്ചാം പദം കാണണമെങ്കിൽ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. S9നെ 9 കൊണ്ട് ഹരിക്കുക. S9 എന്ന് പറയുന്നത് 45ആണ്. 45നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 5 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ അഞ്ചാം പദം 5. ഇനി നമുക്ക് കാണേണ്ടത് 14ാം പദമാണ് കാണേണ്ടത്. ഇപ്പോൾ 10 മുതൽ 18 വരെയുള്ള പദങ്ങളുടെ തുക കിട്ടിയിട്ടുണ്ട് അല്ലേ? അതായത് 9 പദങ്ങളാണ് അവിടെ. അപ്പോൾ 14ാം പദം എന്ന് പറയുന്നത് അതിൻ്റെ മധ്യപദമായിരിക്കും. 10 മുതൽ 18 വരെയുള്ള പദങ്ങളുടെ മധ്യപദമായിരിക്കും 14ാം പദം. മിഡിൽ ടേം ആയിരിക്കും 14th ടേം. അപ്പോൾ അത് കാണണമെങ്കിൽ അത്രയും തുക അല്ലേ, 10 മുതൽ 18 വരെയുള്ള പദങ്ങളുടെ തുക നമ്മളിവിടെ 126 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 10 മുതൽ 18 വരെ 9 പദങ്ങളുണ്ട്. അപ്പോൾ 126നെ 9 കൊണ്ട് ഹരിക്കുക, 14 എന്ന് കിട്ടുന്നു. ഇപ്പോൾ 14ാം പദം നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ ഡി പാർട്ട് എന്ന് പറയുന്നത് 5 മുതൽ 14 വരെയുള്ള പദങ്ങളുടെ തുക കാണുക. എത്ര എണ്ണം ഉണ്ട് 5 മുതൽ 14 വരെ? 1 മുതൽ 14 വരെ 14 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 5 മുതലാണ്. അപ്പോൾ നമുക്ക് 4 എണ്ണം കുറയ്ക്കണം, ആദ്യത്തെ 4 എണ്ണം കുറയ്ക്കണം. അപ്പോൾ 5 മുതൽ 14 വരെ 10 പദങ്ങളുണ്ട്. അപ്പോൾ തുക കാണാനുള്ള സൂത്രവാക്യം n/2 ഇൻറ്റു x5 പ്ലസ് x14. x അഞ്ചാം പദം പ്ലസ് 14ാം പദം. അപ്പോൾ പദങ്ങളുടെ എണ്ണം 10ആണ്. 10/2 ഇൻറ്റു 5 പ്ലസ് 14. ഓക്കെ. അപ്പോൾ 5 ഗുണം 10ന് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ഗുണം 19 95 എന്ന് കിട്ടുന്നു. അപ്പോൾ 5 മുതൽ 14 വരെയുള്ള പദങ്ങളുടെ തുക 95 എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം, 12 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിൻ്റെയും 20ാം പദത്തിൻ്റെയും തുക 88 ആണ്. രണ്ടാം പദത്തിൻ്റെയും 19ാം പദത്തിൻ്റെയും തുക എന്ത്? 10ാം പദം 42 ആയാൽ 11ാം പദം എത്ര? ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ആദ്യ പദം എന്ത്? There are 20 terms in an arithmetic sequence. Sum of the first and last terms. 20 terms ഉണ്ട്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് എന്ന് പറയുന്നത് 88 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 19th ടേംസ്? ഇഫ് ദ 10th ടേം ഈസ് 42, വാട്ട് ഈസ് ദ 11th ടേം? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഇത് വലിയൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾ പറയും ഇത് നല്ല എളുപ്പമായിരുന്നു എന്ന്. ആദ്യ പദവും 20ാം പദവും കൂടെ കൂട്ടിയാൽ 88 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ടേം ഡിഫറൻസിൻ്റെയും പൊസിഷൻ ഡിഫറൻസിൻ്റെയും ഒക്കെ പ്രത്യേകത. ഒന്നാമത്തതും 20ാമത്തതും കൂട്ടുന്നതാണ് രണ്ടാമത്തതും 19ാമത്തതും, മൂന്നാമത്തതും 18ാമത്തതും, നാലാമത്തതും 17ാമത്തതും. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക. അപ്പോൾ x1 പ്ലസ് x20 തന്നെയാണ് x2 പ്ലസ് x19. അപ്പോൾ 88 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കണേ? 10ാമത്തെ പദവും 11ാമത്തെ പദവും കൂടെ കൂട്ടിയാലും 88 തന്നെയാണ് കിട്ടുന്നത്. കാരണം എന്താ? ഇങ്ങനെ വരുമ്പോൾ 10ഉം 11ഉം അടുത്തടുത്തുള്ള 2 പദങ്ങളാണ് അവ അല്ലേ? അപ്പോൾ ഇത് അറിയണേ മറ്റൊരു കാര്യം കൂടെ നോക്കി. ഈ 1ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 21 അല്ലേ? 2ഉം 19ഉം കൂടെ കൂട്ടുമ്പോൾ 21 അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇതൊന്ന് നോക്കിയാൽ മതി. 10ഉം 11ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 21 അല്ലേ? അപ്പോൾ 10ാം പദം നമുക്കറിയാം. മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം. 10ാം പദവും 11ാം പദവും കൂടെ കൂട്ടിയാലും 88 തന്നെയാണ് കിട്ടുന്നത്. 10ാം പദം 42 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 11ാം പദം എന്ന് പറയുന്നത് 88ൽ നിന്ന് 10ാം പദം കുറച്ചാൽ മതി, 46 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇനി പൊതുവ്യത്യാസം കാണണമെങ്കിൽ എന്ത് ചെയ്യാം? 10ാം പദം അറിയാം, 11ാം പദം അറിയാം. 11ാം പദത്തിൽ നിന്ന് 10ാം പദം കുറയ്ക്കുക.
46-ൽ നിന്ന് 42 കുറയ്ക്കുക, 4 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്ന് കിട്ടി. ഇനി ആദ്യ പദം കാണണം. ആദ്യ പദം കാണണമെങ്കിൽ 10ാം പദത്തിൽ നിന്ന് 9D കുറച്ചാൽ മതി. പക്ഷെ നമുക്ക് ഗുണിക്കാനൊക്കെ ഉള്ള ഒരു എളുപ്പത്തിന് ഞാൻ 11ാം പദത്തിൽ നിന്ന് 10D കുറച്ചു. ഇപ്പോൾ 10D വളരെ സിമ്പിളായി. 10 ഗുണം 4 40. 46-ൽ നിന്ന് 40 കുറച്ചു, 6 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 100-നും 300-നും ഇടയിൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യ ഏതാണ്? അവസാനത്തെ സംഖ്യ ഏതാണ്? ഈ ശ്രേണിയിൽ എത്ര സംഖ്യകളുണ്ട്? ശ്രേണിയിലെ എല്ലാ സംഖ്യകളുടെയും തുക കാണുക. കൺസിഡർ ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 300 which leave a remainder 2 on division by 3. What is the first number in this sequence? What is the last number in this sequence? How many numbers are there in this sequence? Find the sum of all numbers in the sequence. Okay. അപ്പോൾ നമുക്കൊരു മാർഗ്ഗമുണ്ട്. നിശേഷം ഹരിക്കാവുന്ന ആദ്യ സംഖ്യ കാണണമെങ്കിൽ നമ്മൾ 100-നെ 3 കൊണ്ട് ഹരിക്കുക. അതായത് ഇതുപോലെ 100-നെ 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ശിഷ്ടം 3-ൽ നിന്ന് കുറയ്ക്കുക. എത്ര? 2. അത് 100-ൻ്റെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നിശേഷം ഹരിക്കാവുന്ന ആദ്യ സംഖ്യ കിട്ടും. നമുക്ക് ശിഷ്ടം എത്രയാണ് വേണ്ടേ? ശിഷ്ടം 2 വേണ്ടത്. ആ ശിഷ്ടം ഇതിൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ എത്രയായി? 100-ഉം 2-ഉം 102-ഉം 2-ഉം 104 അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിന് തൊട്ട് മുമ്പ് ഒരു സംഖ്യയും കൂടി ഉണ്ടാകും. എത്രയാണ്? അപ്പോൾ നമ്മുടെ ഈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 3 അല്ലേ? 3 കൊണ്ടല്ലേ ഹരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം 3. അപ്പോൾ ഈ 104-ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ ശിഷ്ടം 2 വരുന്ന ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 101 കിട്ടും. 104-ഉം ശരിയാണ്, പക്ഷേ അതിൻ്റെ ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 101. അപ്പോൾ അവസാന സംഖ്യ കാണണമെങ്കിൽ ഇത് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ അല്ലേ 300-നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിക്കാം അല്ലേ? 300-നെ 3 കൊണ്ട് ഹരിക്കാം. അതിൻ്റെ കൂടെ ശിഷ്ടം 2 കൂട്ടുമ്പോൾ 302 അപ്പോൾ അത് 300-ന് മുകളിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പുള്ള പദം കാണണമെങ്കിൽ ഇത് 3 കൂട്ടിയാണല്ലോ പോകുന്നത്. ഒരു 3 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 302-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 299 എന്ന് കിട്ടും. ഇതിൻ്റെ പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. xn - x1/d + 1. 299-ൽ നിന്ന് 101 കുറച്ചിട്ട് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. അതിൻ്റെ കൂടെ 1 കൂട്ടുക. xn - x1/d + 1. ഇപ്പോൾ 198/3 + 1. 198-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 66 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 67. ഇനി തുക കാണണം. n/2 × x1 + xn n/2 67/2 × 101 + 299. അപ്പോൾ 67/2 × 101-ഉം 299-ഉം കൂടെ കൂട്ടുമ്പോൾ 400 എന്ന് കിട്ടുന്നു. അപ്പോൾ 67 × ഈ 2ഉം 400-ഉം കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 200 എന്ന് കിട്ടും. 67 × 2 134. പിന്നെ 2 സീറോയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13400 എന്ന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഈ ചോദ്യമാണ് നമുക്ക് ചെയ്തതിൽ കുറച്ചൊരു പ്രശ്നം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ നിശേഷം ഹരിക്കാവുന്ന സംഖ്യ കാണുക. അതിൻ്റെ കൂടെ ശിഷ്ടം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് കൂട്ടുക. അപ്പോൾ അത് കൂട്ടിക്കഴിയുമ്പോൾ അതിന് മുമ്പൊരു സംഖ്യ ഉണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ 3 വർഷങ്ങളിലായി SSLC പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കാണുക, ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിൻ്റെ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.